ഹലോ ഫ്രണ്ട്സ്, ഷാഡോ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കാറ്റഗറി നമ്പർ 691/2023 ലാസ്റ്റായിട്ട് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഡ്രൈവർ കം OA എന്ന് പറയുന്ന ആ ഒരു പോസ്റ്റാണ്. അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇതിൻ്റെ അതായത് സൊസൈറ്റി പോലുള്ളൊരു സംഭവമാണ്. അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് അതിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സുഹൃത്തുക്കൾ എന്നെ പേഴ്സണലായി വിളിക്കുകയും മെസ്സേജ് ചെയ്യുകയും അതേപോലെ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുകയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് അയക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു സംഭവം ആഡ് ചെയ്യണം, അതെങ്ങനെ ആഡ് ചെയ്യുന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാം. ഇപ്പോൾ കണ്ടില്ലേ, അത് നമുക്ക് ചെക്ക് എലിജിബിലിറ്റി നമുക്ക് നോക്കാം. അപ്പോൾ അത് നോക്കുമ്പോൾ ഇനെലിജിബിൾ എന്നുള്ള ആ ഒരു സംഭവമായിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ വൈ ഐ ആം ഇനെലിജിബിൾ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഇൻറ്റു ആണ് കാണുന്നത്. റെഡ് കളറിൽ ഇൻറ്റു, അതായത് നോ മാച്ചിങ് ക്വാളിഫിക്കേഷൻ ഇൻ പ്രൊഫൈൽ എന്ന് കാണിക്കുക. അപ്പോൾ 7ാം ക്ലാസ് നമുക്ക് 10ാം ക്ലാസ് ഈക്വലൻ്റ് വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ MVD ലൈസൻസ് ഓഫ് 3 years സ്റ്റാൻഡിങ് എൻഡോഴ്സ്മെൻറ്റ് ഡ്രൈവിംഗ് LDB ആൻഡ് ഡ്രൈവേഴ്സ് ബാഡ്ജ് എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെ ആഡ് ചെയ്താൽ താഴെ ആ കാണുന്ന ബ്ലൂ കാണുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ടച്ച് ചെയ്യുക. വിസിറ്റ് ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ സംഭവത്തിൽ ബ്ലൂ കളറിൽ ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ അതിൽ നമ്മൾ MVD ലൈസൻസ് എന്ന് പറഞ്ഞ സംഭവം നമ്മൾ ആഡ് ചെയ്യണം. ആഡ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കുക. അതിൽ ഏറ്റവും മുകളിലത്തെ ആയിട്ടുള്ളത് നമുക്ക് കൊടുക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ലൈസൻസ് എന്ന് പറഞ്ഞ സംഭവം ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ലൈസൻസ് ഡ്രൈവിംഗ് കണ്ടക്ടർ എന്ന സംഭവം അത് കൊടുത്ത ശേഷം രണ്ടാമത്തെ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി MVD എന്ന് പറയുന്ന സംഭവം വരും. അതിൽ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് MVD എന്ന് പറഞ്ഞ ഒരുപാട് സംഭവം അതിൽ ഇടയ്ക്കായിട്ട് കാണുമ്പോൾ കണ്ടില്ലേ, MVD ലൈസൻസ് 3 years സ്റ്റാൻഡിങ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ് ഫോർ LDV എന്ന് പറഞ്ഞ സംഭവമില്ലേ, അത് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഇതിൽ അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക, നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഏറ്റവും തൊട്ട് താഴെയുള്ള ബോക്സിൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്ന് സെലക്ട് ചെയ്യുക. അതിന് തൊട്ട് താഴെ നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കളിയൊന്നും വലിയ മാൻഡറ്ററി ഒന്നുമില്ല. ഇനി അടുത്തത് ഈ പാസ്സായിട്ടുള്ള ഇയർ LMB നമ്മൾ എപ്പോഴാണോ പാസ്സായത് അതിൻ്റെ ഇയർ ടൈപ്പ് ചെയ്തിടുക. ഞാൻ 2013 ഒക്ടോബർ മാസമാണ് വരുന്നത്. അപ്പോൾ 10/2013 എന്ന് സെലക്ട് ചെയ്തത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മന്ത് ആൻഡ് ഇയർ ഓഫ് പാസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിനാണ് കൊടുക്കേണ്ടത്. പിന്നെ റിസൾട്ട് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കുക. ഓക്കെ, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നോട്ട് അപ്ലിക്കബിൾ എന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ലൈസൻസ് നമ്പർ, പുതിയ ലൈസൻസ് നമ്പർ ആണെങ്കിൽ പുതിയത്, പഴയതാണെങ്കിൽ പഴയത്. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ അതിൻ്റെ ക്യാപ്ച അല്ലെങ്കിൽ അതിൻ്റെ കോഡ് കൊടുക്കുക. കോഡ് കൊടുത്ത് സേവ് കൊടുക്കുക. ഓക്കെ, ഇതോടെ നമ്മുടെ അത് ക്വാളിഫിക്കേഷൻ സേവ് ആയി കഴിഞ്ഞു. അപ്പോൾ സേവ് ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ ഒന്നുകൂടെ നമുക്ക് നോക്കാം. കണ്ടിന്യൂ വിത്ത് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ആ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു പേജിലേക്ക് പോകും. പിന്നെയും ഇനെലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ എന്ത് വെച്ചാൽ തൊട്ട് താഴെ കാണുന്ന വൈ ഐ എം ഇനെലിജിബിൾ എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ഉള്ളതിനേക്കാളും ആ ഒരെണ്ണത്തിൽ ബ്ലൂ ടിക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതോടൊപ്പം തൊട്ടടുത്തൊരു ടാബും അതുണ്ടാവും വലതുവശത്ത്. അപ്പോൾ അപ്ലൈയിങ് യൂസിങ് ഈക്വലൻ്റ് ഓർ ഹയർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്താ പറയുക, ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 7ാം ക്ലാസ്സാണുള്ളത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കറക്റ്റ് ഫോട്ടോഗ്രാഫിൽ വരുന്ന ഡേറ്റും നെയിമൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ 4 ബോക്സിൽ ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ലെവൽ കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ആ സമയത്ത് പോകുമല്ലോ നമ്മൾ സാധാരണ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് അതിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എസ് എന്നുള്ള സംഭവമൊക്കെ കൊടുത്ത ശേഷം താഴെ അതിൻ്റെ SSLCയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കാണിക്കും. അത് സെലക്ട് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് മൗസ് പോയിൻ്റായിട്ട് നമ്മൾ ഓട്ടോ ക്രൂയിസർ എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഞാനാണെങ്കിൽ അതിൻ്റെ പ്ലേ സ്റ്റോറിൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കൂടുതൽ ഇൻഫർമേഷൻ ക്ലാസ്സുമായി വീഡിയോ വീണ്ടും തിരിച്ചെത്താം. അതുവരെ ഗുഡ് ബൈ.